ഹലോ. അങ്ങനെ കാത്തിരുന്ന് ഒരു സംഭവത്തിന് പോകട്ടോ. എന്നുവെച്ചാൽ നമ്മൾ നീളാരതി കാണാൻ പോവാണ് കേട്ടോ. കുറേ ദിവസമായി, കാരണം തുടങ്ങിയ അന്ന് മുതലേ ഇങ്ങനെ കാണാൻ പോകണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് നമുക്ക് സമയമൊക്കെ ഒത്തു വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോകാനുള്ള പ്ലാൻ എടുത്തു. അച്ഛനും അമ്മയും പിന്നെ സിസ്റ്റർ ഇൻ ലോയും ഹസ്ബൻഡും എല്ലാവരും കൂടിയിട്ട് അവിടെ ചെന്നപ്പോൾ ആദ്യമൊന്നും വലിയ തിരക്കില്ല കേട്ടോ. നമ്മുടെ നാട് കുറച്ച് തിരക്കുണ്ടോ വെച്ചുണ്ട്, കാരണം ദൂരെയാണ് വണ്ടി പാർക്ക് ചെയ്തൊക്കെ പിന്നെ നടന്നു പോയി. എന്നിട്ട് ഞങ്ങൾ തവനൂർ വഴി കയറിയത്, ബ്രഹ്മക്ഷേത്രത്തിൻ്റെ അതിൽ കൂടെ കയറി. പിന്നെ സ്നാനം ചെയ്യാനുണ്ടായിരുന്നു എല്ലാവർക്കും. സ്നാനമൊക്കെ ചെയ്ത് ആദ്യം പോയി സീറ്റ് പിടിച്ചു കേട്ടോ. സീറ്റ് പിടിച്ചില്ലെങ്കിൽ കിട്ടില്ല കേട്ടോ മക്കളെ. സീറ്റ് പിടിച്ചിട്ട് പിന്നെ ഞാനും സിസ്റ്റർ ലോയും കൂടിയിട്ട് ഞങ്ങൾ അതിനുള്ളിൽ നിന്ന് പോയി ഒരു ചായയൊക്കെ കുടിച്ച് വന്നു കേട്ടോ. ഒരു 4 മണിയായപ്പോൾ നമ്മളവിടെ ഇരുന്നിട്ടുണ്ട്. കുറേ നേരം ഇരിക്കണം. 4 മണിയാകുമ്പോൾ ഇരുന്നതിന് ശേഷം പിന്നെ 6:30 അവരെത്തി കേട്ടോ. ഒരു 6:30 അവരെത്തി. പിന്നെ അവിടെ വന്ന് കുറച്ച് ഭജനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. പിന്നെ വലിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, കാരണം കുറേ ദൂരമുള്ളവർക്കൊന്നും കാണാൻ കഴിയില്ല. നമ്മൾ ഏകദേശം അടുത്തല്ലെങ്കിലും എന്നാലും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇരുന്നത് കേട്ടോ. നമ്മുടെ ഒപ്പമുള്ളവരൊക്കെ ഫ്രണ്ടിൽ പോയി, കാരണം ഞങ്ങൾക്ക് സ്നാനം ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി. അത് കഴിഞ്ഞ് അവർ വന്ന് ഭജനം കഴിഞ്ഞ് പിന്നെ ഓരോ തരത്തിലുള്ള ആരതിയാണ്. ആദ്യം ചന്ദനത്തിരി വെച്ചിട്ട്, പിന്നെ ആ തട്ടുള്ള വിളക്ക് വെച്ചിട്ടായിരുന്നു. അതിൻ്റെ കർപ്പൂരാഴി വെച്ചിട്ട്, അങ്ങനെ ഒരു ആ ഭജൻസും അതും കൂടി കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. പിന്നെ എല്ലാവർക്കും സിമ്പിളായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് പോകരുത്. നമ്മൾ അതിന് വെച്ചുള്ള അടിസ്ഥാന കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം പോകാൻ. പിന്നെ ടൈം കുറച്ച് നേരം ഉണ്ടായിരുന്നു, ഒരു 8:30 വരെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് പോകണ്ട, കാരണം അത്രയും റഷാണ്. ഇനിയിപ്പോൾ ആ ഒരു 1-2 ദിവസം കൂടി ഉള്ളൂ. ഒരു ഫെബ്രുവരി 2 അത് തീരുന്നതാണ് ഉള്ളതാണ്. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 8:30 ആയിട്ടുണ്ട്. പിന്നെ അപ്പം തന്നെ നമുക്ക് പോരാൻ കഴിയില്ല, കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് പോരുന്ന ആ ഒരു തിക്കും തിരക്കുമാണ്. അപ്പം നമ്മളെന്താക്കി, നമ്മൾ കുറച്ച് സൈഡിലേക്കൊക്കെ നിന്ന് തിരക്കുള്ളവരൊക്കെ ഒന്ന് പോട്ടെ എന്നുള്ളതിൽ നിന്നിട്ട് ഒന്ന് റഷൊന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് പോകുന്നത്. എന്നാലും ഉണ്ട്. പിന്നെ നല്ല പൊടിയാണ്, കഴിയുന്നതും മാസ്കൊക്കെ വെച്ച് പോവുക. നമ്മുടെ ആൾക്കാർക്കൊക്കെ മാസ്ക് കൊടുത്തു, പക്ഷെ അവരൊക്കെ വലിച്ചെറിഞ്ഞു. നല്ല പൊടിയാണെന്ന് വെച്ചാൽ നല്ല പൊടി. നമ്മൾ ചെല്ലണ സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പോരുന്ന നേരത്തെ കാരണം എല്ലാവരും കൂടി പോവല്ലേ, അങ്ങനെ ഭയങ്കര റഷായിരുന്നു. അങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും പോയി വന്ന കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും വയ്യായി ഒന്നുമില്ല. ആർക്കും സ്നാനമൊക്കെ ചെയ്ത് നല്ല ഒരു പോസിറ്റീവ് വൈബാണ്. കാണാൻ ആഗ്രഹിക്കുന്നവരെന്തായാലും പോയി കാണാം. കാരണം ഇനിയിപ്പോൾ 12 വർഷം, ഐ തിങ്ക് 12 വർഷം കഴിഞ്ഞിട്ട് ഇനി കാണാൻ പറ്റുള്ളൂ എന്നാണ്. ഇനിയിപ്പോൾ നീളാരതി ഈ ഒരു പൊസിഷനിൽ മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ തവനൂർ പൊസിഷനിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തും ഉണ്ട്. അവിടെ ഞാൻ കേട്ടത് ഒരു 8 മണിയോടുകൂടി സ്റ്റാർട്ടാക്കുന്നതാണ്. 8-8:30 ഇവിടുത്തെ കഴിഞ്ഞതിന് ശേഷം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടത്. 2 സൈഡിലും ഇപ്പോൾ നീളാരതി നടക്കുന്നുണ്ട്. കാണാൻ കഴിയുന്നവർ പോവാം. പക്ഷേ ഇതാണ് മെയിൻ. ഇവിടുത്തെ കഴിഞ്ഞിട്ടാണ് അവരപ്പുറത്തേക്ക് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുമ്പോൾ മറ്റേ സന്യാസിമാരുണ്ടല്ലോ, അഘോരികൾ, അവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വലിയ യാഗം, അർദ്ധരാത്രി യാഗം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. കാരണം എത്രയോ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. വാരണാസി പിന്നെ വേറെ എത്രയോ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, സന്യാസിമാർ. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ കണ്ട് ഒക്കെ പോകുന്നത്. കാരണം നമുക്കറിയില്ല, ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ വാരണാസി അവിടേക്ക് എത്തിപ്പെടുമായിരിക്കും, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതായാലും കണ്ടു. ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഭയങ്കര പൊടിയും പ്രശ്നം തന്നെയായിരുന്നു കേട്ടോ.